നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. KKG ഇഫക്റ്റിൻ്റെ ഈ 167-ാം എപ്പിസോഡ് നമ്മുടെ രാഷ്ട്രപിതാവിന് സമർപ്പിക്കുന്നു. ഓരോ ഇന്ത്യക്കാരൻ്റെയും പോക്കറ്റിൽ കാണുന്ന ആ പുഞ്ചിരി, നമ്മുടെ നോട്ടുകളിൽ പതിഞ്ഞ ആ മുഖം, അതെ, മഹാത്മാഗാന്ധി. പക്ഷേ ആ മഹാത്മാവിന് പിന്നിൽ ഒരു സാധാരണ മനുഷ്യനുണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? ഒരു ചെറിയ യാത്ര പോയാലോ അദ്ദേഹത്തിൻ്റെ അറിയാ കഥകളിലേക്ക്? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് ലജ്ജാശീലനായ കുട്ടിയായാണ് വളർന്നത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആരുമായി സംസാരിക്കാതിരിക്കാൻ ഓടി മറയുമായിരുന്നു. അത്ര വലിയ നാണക്കാരനായിരുന്നു. അന്നത്തെ നാട്ടുനടപ്പിന്റെ ഭാഗമായി വെറും 13-ാം വയസ്സിൽ കസ്തൂർബയെ വിവാഹം കഴിക്കുന്നു. പിന്നീട് നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഗാന്ധിജി കൂടെ കൂട്ടിയത് 2 പുസ്തകങ്ങളാണ്, ഭഗവത്ഗീതയും ബൈബിളും. ഈ 2 പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ അഹിംസയുടെയും സത്യത്തിന്റെയും വിത്തുകൾ പാകി. നിയമ പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയപ്പോൾ കോടതിയിൽ തൊണ്ടയിടറി, മുട്ടുകൾ കൂട്ടിയിടിച്ചു. ഒരു വക്കീലാകാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് സ്വയം വിധിയെഴുതി. ഗാന്ധിജിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. വെറും 1 വർഷത്തേക്ക് എന്ന് കരുതി ഒരു ഇന്ത്യൻ വ്യവസായിയുടെ നിയമോപദേഷ്ടാവായിട്ടാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ എത്തുന്നത്. 1893 ജൂൺ 7 ഒരു കഠിനമായ ശൈത്യരാത്രിയായിരുന്നു. അന്ന് വെളുത്തവർക്ക് മാത്രമുള്ള 1-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഇരുന്ന ഗാന്ധിജിയോട് അധികാരികൾ ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു. ആ തണുത്ത സ്റ്റേഷനിൽ വിറച്ചിരുന്നു കൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങണോ അതോ ഈ അനീതിക്കെതിരെ പോരാടണോ എന്ന് സ്വയം ചോദിച്ചു. പോരാടാനാണ് മനസ്സ് പറഞ്ഞത്. ആ രാത്രിയിലാണ് ഗാന്ധിജി സത്യാഗ്രഹം എന്ന ആയുധം കണ്ടെത്തിയത്. അന്ന് തന്നെ വംശീയതയ്ക്കെതിരെ തൻ്റെ 21 വർഷം നീണ്ട പോരാട്ടത്തിന് തുടക്കമിട്ടു. വംശീയ വെറി ബാധിച്ച ഇംഗ്ലീഷുകാർ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പാസ് നൽകിയിരുന്നു. 1908 ഓഗസ്റ്റ് 16 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1000-ലധികം സത്യാഗ്രഹികൾ ഒന്നിച്ച് ഇന്ത്യൻ പാസ് കത്തിച്ചു. വംശീയതയ്ക്കെതിരെ ഇങ്ങനെ പല മുന്നേറ്റങ്ങളും സൗത്ത് ആഫ്രിക്കയിൽ നടത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം തോക്കുകളോ ബോംബുകളോ ഉണ്ടായിരുന്നില്ല. സത്യവും അഹിംസയും മാത്രം. രാജ്യത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ജനതയുടെ ജീവിതം മനസ്സിലാക്കി ഇന്ത്യയെ തൊട്ടറിഞ്ഞ നേതാവായിരുന്നു ഗാന്ധിജി. കർഷകരുടെയും തൊഴിലാളികളുടെയും ഒപ്പം ചേർന്ന് അദ്ദേഹം നടത്തിയ സമാധാനപരമായ പോരാട്ടങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും ഞെട്ടിച്ചു. ഉപ്പിന് പോലും വലിയ ചുങ്കം ചുമത്തിയ ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ 1930 നടത്തിയ ഉപ്പ് സത്യാഗ്രഹം ഒരു ജനതയുടെ വിപ്ലവമായി മാറി. 78 അനുയായികളുമായി ഗാന്ധിജി 240 കിലോമീറ്റർ ദൂരം താണ്ടാൻ തീരുമാനിച്ചു. സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡിയിലെത്തിയപ്പോൾ ഗാന്ധിജിക്കൊപ്പം ജനസാഗരമുണ്ടായിരുന്നു. ഒരു പിടി ഉപ്പ് കോരിയെടുത്തുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു. 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും വിഭജനത്തിൻ്റെ വേദന ഗാന്ധിജിയെ വല്ലാതെ തളർത്തി. ഹിന്ദു മുസ്ലിം കലാപങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർത്തു. ഒടുവിൽ സംഭവിക്കരുതാത്തത് സംഭവിച്ചു. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയുടെ വെടിയുണ്ടകൾ ആ മഹാത്മാവിൻ്റെ ജീവിതത്തിന് തിരശീലയിട്ടു. അവസാന ശ്വാസത്തിലും അദ്ദേഹം ഉച്ചരിച്ചത് ഹേ റാം എന്നായിരുന്നു. ഡൽഹിയിലെ രാജ്ഘട്ടിൽ മഹാത്മാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ലോക നേതാക്കൾ മുഴുവനെത്തി. ചിതാഭസ്മം പുണ്യനദി ഗംഗ ഏറ്റുവാങ്ങി. 1944 ജൂലൈ 6 സിംഗപ്പൂരിൽ നിന്ന് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ നടത്തിയ പ്രസംഗത്തിൽ സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് ദ നേഷൻ എന്ന് അഭിസംബോധന ചെയ്തത്. ഗാന്ധിജി യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു. ഒരു നേതാവിനേക്കാൾ ഉപരി ഒരു പിതാവിൻ്റെ സ്ഥാനം. നാണക്കാരനായിരുന്ന ഒരു ബാലൻ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു നേതാവായി മാറിയതിൻ്റെ കഥയാണ് ഗാന്ധിജിയുടെ ജീവിതം. നമ്മുടെ കയ്യിലുള്ള ഓരോ നോട്ടും ആ മഹാത്മാവിൻ്റെ പുഞ്ചിരിയെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വെറും കടലാസ് തുണ്ടുകളല്ല, അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാവിൻ്റെ പ്രതീകമാണ്. സത്യം, അഹിംസ, സമാധാനം, ഈ മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നെഞ്ചിൽ എന്നും ജ്വലിക്കട്ടെ. ഒരു ഇന്ത്യക്കാരനായി ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം. ഭാരത് മാതാ കി ജയ്. രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ബൈ ഫ്രം KKG.